ഹായ് സ്റ്റുഡൻസ്, നമ്മൾ സെക്കൻഡ് ഇയർ മാക്രോ എക്കണോമിക്സ് സെക്കൻഡ് ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് അതിലെ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി ഏഴാമത്തെ ചോദ്യം ഒരു പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. സപ്പോസ് ദ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ കൺട്രി ഇൻ എ പർട്ടിക്കുലർ ഇയർ വാസ് 1100 crores. NFI net factor income from abroad was 100 crores. The value of indirect tax minus subsidies, the net indirect tax was 150 crores and national income was 850 crores. Calculate aggregate value of depreciation. തേയ്മാനം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് തേയ്മാനം കണ്ടുപിടിക്കുക. അതിൻ്റെ ആൻസർ പാർട്ടിലേക്ക് പോകാം. അതിൽ നമുക്ക് തന്നിരിക്കുന്നതൊക്കെ ആദ്യം എടുത്തെഴുതാം. വലത് സൈഡിൽ GDP MP നമുക്ക് തന്നിട്ടുണ്ട് 1100 കോടി. NFIA വിദേശത്ത് നിന്ന് ലഭിക്കുന്ന അറ്റ ഘടക വരുമാനം തന്നിട്ടുണ്ട് 100 കോടി. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അറ്റ പരോക്ഷ നികുതി തന്നിട്ടുണ്ട് 150 കോടി. NNPFC നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് 850 തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തേയ്മാനം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം GNP MP കണ്ടുപിടിക്കുക. GNP MP എന്താണ്? GDP MP പ്ലസ് NFIA നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അപ്പോൾ GDPയുടെ കൂടെ വിദേശത്തുള്ള വരുമാനം ചേർത്താൽ നമുക്ക് GNP കിട്ടും. അപ്പം GDP എത്രയാണ്? 1100 പ്ലസ് വിദേശത്തുള്ള വരുമാനം എത്രയാണ്? 100. അപ്പോൾ 1100 100 കൂട്ടിയാൽ 1200. അതാണ് GNP MP. ഇനി അതിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ എന്ത് കിട്ടും? NNP MP കിട്ടും. അതിൽ നമുക്ക് NNP രണ്ടാമത്തെ NNP MP കണ്ടുപിടിക്കാം. ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസമാണല്ലോ നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ താഴത്തെ എഴുതി നോക്കുക. NNP MP ഈക്വൽ ടു NNPFC പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. NNPFC നമുക്ക് തന്നിട്ടുണ്ട് 850. ഇവിടെ വലത് സൈഡിൽ നോക്കുക. ഇനി നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് വലത് സൈഡിൽ നോക്കുക. NIT നെറ്റ് ഇൻഡയറക്റ്റ് അറ്റ പരോക്ഷ നികുതി 150 അത് തന്നിട്ടുണ്ട്. അപ്പം NNPFCയും 850 നെറ്റ് ഇൻഡയറക്റ്റ് 150 കൂട്ടിയാൽ 1000 ആണ് NNP MP. അപ്പോൾ GNP MP NNP MP നമ്മൾ ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു GNP MP മൈനസ് NNP MP. GNP MP 1200 നമുക്കറിയാം. NNP MP നമ്മൾ കണ്ടുപിടിച്ചു 1000 ആണ്. 1200 നിന്ന് 1000 കുറച്ചാൽ 200 ആണ് ഡിപ്രീസിയേഷൻ. അപ്പം അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ 8ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8 അതൊരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. NNPFC തന്നിട്ടുണ്ട് 1900 കോടി. There are no interest payment made by household to the firm's government or by firm's government to the households. സഹായങ്ങളില്ല എന്നാണ് സങ്കല്പം. ദ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം PDI തന്നിട്ടുണ്ട് 1200 കോടി. പേഴ്സണൽ ഇൻകം ടാക്സ് PTP തന്നിട്ടുണ്ട് 600 കോടി. ആൻഡ് വാല്യൂ ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ് ഓഫ് ദ ഫേം, റിട്ടൈൻ ഏർണിംഗ് ആണ് UP എന്ന് പറയുന്നത്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, അത് 200 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ഗവൺമെൻറ് ആൻഡ് ഫേംസ് ടു ദ ഹൗസ് ഹോൾഡ്സ്. അപ്പോൾ എട്ടാമത്തെ ചോദ്യം ട്രാൻസ്ഫർ പേയ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് കണ്ടുപിടിക്കാൻ എട്ടാമത്തെ ചോദ്യം അതിൻ്റെ ആൻസർ അത് PDIയിൽ നിന്ന് PDI പ്ലസ് പേഴ്സണൽ ടാക്സ് പേയ്മെൻറ്റ് മൈനസ് NNPFC പ്ലസ് UP അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ ഇൻകത്തിൻ്റെ സമവാക്യം എഴുതിക്കൊണ്ട് അതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് വേറെ എടുത്ത് എഴുതിയിട്ടുണ്ട് വലതു ഭാഗത്ത്. NNPFC 1900 ആണ്, PDI 1200 ആണ്, PTP 600 ആണ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് അതാണ് UP എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ ആ ഡാറ്റ വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാം. PDI എത്രയാണ്? 1200 പ്ലസ് ടാക്സ് പേയ്മെൻറ്റ് പേഴ്സണൽ ടാക്സ് പേയ്മെൻറ്റ് ആണ് PTP എത്രയാണ്? 600 മൈനസ് NNPFC തന്നിരിക്കുന്നത് എത്രയാണ്? 1900 പ്ലസ് UP അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എത്രയാണ്? 200. ഇനി 1200 നിന്ന് 1200 600 കൂട്ടുക 1800, അതിൽ നിന്ന് 1900 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ്? -100 ആണ്. -100 200 കൂട്ടിയാൽ 100. അപ്പോൾ 100 ആണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. സഹായങ്ങൾ 100 ആണെന്ന് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇത്
പേഴ്സണൽ ഇൻകത്തിൻ്റെ സമവാക്യത്തിൽ നിന്ന് അത് ഉപയോഗിച്ചുകൊണ്ട് സമവാക്യം എഴുതിക്കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക്. ഇനി 9ാമത്തെ ചോദ്യം, കുറേ ഡാറ്റകളാണ്. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് പേഴ്സണൽ ഇൻകം ആൻഡ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം PDI. ഇത് രണ്ടും കാണുക. NDPFC തന്നിട്ടുണ്ട് 8000, NFIA തന്നിട്ടുണ്ട് 200, UP അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് 1000, CT കോർപ്പറേറ്റ് ടാക്സ് 500, ഇൻട്രസ്റ്റ് റിസീവ്ഡ് പലിശ ലഭിച്ചത് 1500, പലിശ കൊടുത്തത് ഇൻട്രസ്റ്റ് പെയ്ഡ് 1200, ട്രാൻസ്ഫർ ഇൻകം ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറയും 300, പേഴ്സണൽ ടാക്സ് 500. ഇതിൽ നിന്ന് നമ്മൾ പേഴ്സണൽ ഇൻകവും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും കാണാം. PIയും കണ്ടുപിടിക്കണം, PDIയും കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്ത് നോക്കാം. പേഴ്സണൽ ഇൻകത്തിൻ്റെ സമവാക്യം അവിടെ എഴുതിയത് കാണാം. പേഴ്സണൽ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം. നാഷണൽ ഇൻകമാണ് NNPFC എന്ന് പറയുന്നത്, മൈനസ് UP അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് മൈനസ് CT പ്ലസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ടു ഹൗസ് ഹോൾഡ്. അപ്പോൾ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. NDPFC 8000 ആണ്, NFIA 200 ആണ്, UP 1000 ആണ്, CT 500 ആണ്, ഇൻട്രസ്റ്റ് കിട്ടിയത് 1500, ഇൻട്രസ്റ്റ് കൊടുത്തത് 1200, ട്രാൻസ്ഫർ പേയ്മെൻറ്റ് സഹായങ്ങൾ 300, നികുതി അടച്ചത് 500. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാം. നാഷണൽ ഇൻകത്തിനാണ് NNPFC 8200, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് 1000, നെറ്റ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് പ്ലസ് ആണ് വേണ്ടത്. ഇൻട്രസ്റ്റ് കിട്ടിയതായതുകൊണ്ട് പ്ലസ് ചെയ്യുന്നു. അപ്പം പ്ലസ് 300. ഇനി ഇൻട്രസ്റ്റ് കൊടുത്താണെങ്കിൽ മൈനസ് ആയിരിക്കും, മുകളിൽ എഴുതിയ പോലെ മൈനസ് ആയിരിക്കും. ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയതാണ് കൂടുതലുള്ളത്, അപ്പം പ്ലസ് 300. അപ്പോൾ അത് ഇൻട്രസ്റ്റ് റിസീവ്ഡും ഇൻട്രസ്റ്റ് പെയ്ഡും തമ്മിൽ വ്യത്യാസം നോക്കണം. 1500ഉം 1200 തമ്മിൽ വ്യത്യാസം. റിസീവ്ഡ് ആണ് കൂടുതൽ 1500, പെയ്ഡ് 1200, അത് തമ്മിൽ വ്യത്യാസം 300 ആണ്. 1500 1200 കുറയ്ക്കുക, അപ്പം 300 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം പ്ലസ് 300 ഈ മൈനസ് കോർപ്പറേറ്റ് ടാക്സ് എത്രയാണ് 500 പ്ലസ് ട്രാൻസ്ഫർ ഇൻകം എത്രയാണ് 300. അപ്പം 8200 നിന്ന് 1000 കുറയ്ക്കുക 7200, 7200 300 കൂട്ടുക 7500, 7500 500 കുറയ്ക്കുക 7000, 7000 300 7300 കിട്ടും. അപ്പോൾ പേഴ്സണൽ ഇൻകം നമുക്ക് 7300 എന്ന് കിട്ടും. ഇനി പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ടാക്സ് കുറച്ചാൽ നമുക്ക് PDI എന്ന് പറയുന്നത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം അവിടെ കണ്ട് നോക്കാം. PDI പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം വ്യക്തിഗത വിനിയോഗിക വരുമാനം സമം പേഴ്സണൽ ഇൻകം മൈനസ് പേഴ്സണൽ ടാക്സ് പേയ്മെൻറ്റ് മൈനസ് നോൺ ടാക്സ് പേയ്മെൻറ്റ്. ഇവിടെ നികുതി അടച്ചത് മാത്രമാണ് തന്നിട്ടുള്ളൂ, നികുതി അല്ലാത്ത അടവുകളില്ല. അപ്പം പേഴ്സണൽ ഇൻകം 7300 ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് 500 ടാക്സ് 500 കുറയ്ക്കുന്നു, 6800 PDI എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 9 എൻ്റെ ആൻസർ. ഇനി 10ാമത്തെ ചോദ്യം. ഇൻ എ സിംഗിൾ ഡേ രാജു ദ ബാർബർ കളക്ട്സ് 500 ഫ്രം ഹെയർ കട്ട്. ഓവർ ദിസ് ഡേ ഹിസ് equipments depreciates in value by ₹50. Of the remaining ₹450, Raju pays sales tax worth ₹30, takes home ₹200 and retains ₹220 for improvement and buying of new equipments. He further pays tax 20 as income tax from his income. Based on this information, complete Raju's contribution. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കണം നോക്കാം. ടു ദ ഫോളോയിങ് GDP കണ്ടുപിടിക്കണം, രാജുവിൻ്റെ GDPയിലെ കോൺട്രിബ്യൂഷൻ. NNP-MP കണ്ടുപിടിക്കണം, NNPFC കണ്ടുപിടിക്കണം, പേഴ്സണൽ ഇൻകം കണ്ടുപിടിക്കണം, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. അപ്പോൾ ഇതിലേക്കൊക്കെയുള്ള രാജുവിൻ്റെ സംഭാവന എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ വേറെ നമുക്ക് എടുത്ത് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 10. നമുക്ക് രാജു ഉൽപ്പാദിപ്പിച്ചത് 500 തേയ്മാനം 50, സെയിൽസ് ടാക്സ് 30 കൊടുത്തിട്ടുണ്ട്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് റീറ്റെയിൻഡ് ഏണിംഗ് ബാർബർ ഷോപ്പ് നവീകരണത്തിനൊക്കെ വേണ്ടി 220 വെച്ചിട്ടുണ്ട്, അത് ഇൻകത്തിൻ്റെ ഭാഗമല്ല.
ഈ ടാക്സ് പേയ്മെൻറ്റ് പേഴ്സണൽ ഇൻകം ടാക്സ് കൊടുക്കുന്നത് 20 രൂപ ഇൻകം ടാക്സ് കൊടുക്കുന്നത്. ഈ GDP MP എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള സംഭാവന എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗ്രോസ് വാല്യൂ ആണ്, അദ്ദേഹം ഉൽപ്പാദിച്ചത് 500 അപ്പം GDP MP 500. ഇനി അതിൽ നിന്ന് തേയ്മാനം കുറച്ചാൽ NNP MP നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇപ്പോൾ GDP ആണ്, GDPയും GNPയും തുല്യമാണ്, അതുകൊണ്ട് 500 എടുക്കാം. GNP MPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് NNP MP കിട്ടും. അപ്പം തന്നിരിക്കുന്നതിൽ GNP MP 500 അതിൽ നിന്ന് തേയ്മാനം 50 കുറയ്ക്കുന്നു, 450 NNP MP എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ NNP FC കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ NNP MP നിന്ന് നെറ്റ് ടാക്സ് 30 കുറയ്ക്കുന്നു, 450 നിന്ന് ടാക്സ് 30 കുറയ്ക്കുന്നു, അപ്പോൾ 420 NNP FC. ഈ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഈ നാഷണൽ ഇൻകത്തിൽ നിന്ന് മൂന്നാമത്തെ C ആണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. NNP FC നാഷണൽ ഇൻകം അത് 420 അതിൽ നിന്ന് എന്ത് കൊടുക്കണം? അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, നീക്കിയിരിപ്പ് അല്ലെങ്കിൽ കമ്പനി ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടി UP എത്രയാണ്? 220 അപ്പോൾ ആ 220 കുറയ്ക്കുന്നു, 420 നിന്ന് 220 കുറയ്ക്കുന്നു, അപ്പം 200 വ്യക്തിഗത വരുമാനം, പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ PDI കണ്ടുപിടിക്കുന്നതാണ്. പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ടാക്സ് കുറച്ചാൽ ഈ രാജ്യം ടാക്സ് കൊടുക്കുന്നത് 20 അവസാനം PTP പേഴ്സണൽ ടാക്സ് പേയ്മെൻറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി PDI പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് 200 നിന്നും പേഴ്സണൽ ടാക്സ് 20 കുറയ്ക്കുന്നു, 150 PDI. അപ്പോൾ ഇത്രയും 5 ഐറ്റംസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇത് 20 കണ്ടുപിടിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. The value of nominal GDP of a country was rupees 2,500 crores in a particular year. The value of GNP of that country during the same year, evaluated at the prices of the same base year, was 3,000 crores. Calculate value of GNP deflator of the year in percentage terms. Has the price level has risen between the base year and the year under consideration? ഇവിടെ GDP ഡിഫ്ലാറ്റർ കണ്ടുപിടിക്കാനാണ്. വില കൂടിയിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് GDP ഡിഫ്ലാറ്റർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ GNP ഡിഫ്ലാറ്റർ കണ്ടുപിടിക്കാം. GDP at current prices or GNP at current prices divided by GDP at constant prices into 100 അതാണ് GDP ഡിഫ്ലാറ്റർ കണ്ടുപിടിക്കാനുള്ള സമവാക്യം. അപ്പം നോമിനൽ GNP 3000 റിയൽ GNP 2500 അപ്പം നോമിനൽ GNP 3000 ഹരിക്കണം 2000 ഗുണിക്കണം 100. ഇത് നമ്മൾ ചെയ്താൽ 120 കിട്ടുക GNP ഡിഫ്ലാറ്റർ എന്ന് പറയുന്നത്. അപ്പം 120 എന്ന് പറഞ്ഞാൽ ബേസ് ഇയറിൽ 100 അത് 20 കൂടി ഇവിടെ വില വർദ്ധിച്ചു എന്നാണ് ഈ GDP ഡിഫ്ലാറ്റർ കാണിക്കുന്നത്. 100 വിലയിൽ വ്യത്യാസമില്ല, 100 കുറവാണെങ്കിൽ വില കുറഞ്ഞു എന്നാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതിലെ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ. Write down some of the limitations of using GDP as an index of welfare of a country. GDP വർദ്ധിക്കുന്നത് രാജ്യത്തിൻ്റെ ക്ഷേമത്തിൻ്റെ അളവുകോലായി കണക്കാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് അഭിപ്രായം. ആ അഭിപ്രായം നമ്മളിവിടെ വീഡിയോ വിശദീകരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ എഴുതിയാൽ മതി. GDP വർദ്ധിക്കുന്നത് മാത്രം രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമം വർദ്ധിക്കുന്നില്ല, അതാണ് എഴുതേണ്ടത്. ഓക്കെ, താങ്ക് യു.